നമസ്കാരം. ഏവർക്കും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായി നമ്മുടെ നിഫ്റ്റി ഇന്നലെ 4-ാം ദിനത്തിലും നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിക്കുവാൻ സാധിച്ചു. 8 മന്ത് ഹൈയിലാണ് ഇപ്പോൾ നിഫ്റ്റിയുടെ നിൽപ്പും. ഇന്നലെ പ്രധാനമായി ലോക്കൽ ക്യൂസും ഗ്ലോബൽ ക്യൂസും നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യുവാൻ സഹായിച്ചിട്ടുണ്ട്. ലോക്കൽ ക്യൂസ് ആയിട്ട് RBIയുടെ റേറ്റ് കട്ടും ക്യാഷ് റിസർവ് റേഷ്യോയിൽ 100 ബേസിസ് പോയിന്റ് കൂടെ കട്ട് ചെയ്യുന്നുള്ള വാർത്തകളും, ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ US നിന്ന് വന്ന പോസിറ്റീവായിട്ടുള്ള ജോബ് ഡേറ്റയും, അതുപോലെ തന്നെ US ചൈനയും തമ്മിലുള്ള ട്രേഡ് ടോക്കിന് മുന്നോടിയായിട്ടുള്ള പോസിറ്റീവ്നെസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിനെയും ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ US മാർക്കറ്റുകൾ പോസിറ്റീവായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് ഇന്നലെ നെഗറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ചൈനീസ് മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ബാക്കി എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവായിട്ട് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു പോസിറ്റീവാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ ഇന്ത്യ വിക്സിൽ നമ്മൾ ഒരു നേരിയ ഉയർച്ച കണ്ടു, ഏകദേശം 0.4%. അതുകൊണ്ട് തന്നെ ഇന്ന് ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ ഒന്ന് കോൺഷ്യസ് ആകേണ്ടതുണ്ട്. ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യ വിക്സും ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ 1992.87 കോടി രൂപയുടെ ബൈ ആണ് നമ്മുടെ മാർക്കറ്റിൽ നടത്തിയത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3503.79 കോടി രൂപയ്ക്കും ബൈ നടത്തുകയുണ്ടായി. സോ ഇരു കൂട്ടരും ഇന്നലെ ബൈയിങ് മോഡിലായിരുന്നു നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 2 പൈസയുടെ നേട്ടം വരുത്തി 85.66 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇനി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫ്യൂച്ചറിലുള്ള പൊസിഷൻ ചെക്ക് ചെയ്യാം. വെള്ളിയാഴ്ചയിൽ നിന്നും തിങ്കളാഴ്ചയിലേക്ക് വന്നപ്പോൾ 95,872 കോടി രൂപയായിരുന്നു ഫ്യൂച്ചർ മാർക്കറ്റിൽ ഷോർട്ട് പൊസിഷൻ ആയിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് 92,600 കോടി രൂപയിലേക്ക് ഷോർട്ട് പൊസിഷൻ കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ADR സ്റ്റോക്സിലേക്ക് നോക്കുമ്പോൾ HDFC ബാങ്കും ICIC ബാങ്കും 1.5% ഇടിവാണ് ഇന്നലെ ADRൽ രേഖപ്പെടുത്തിയത്. ഈ രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഇന്നലെ പോസിറ്റീവായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നിഫ്റ്റിയിൽ ഒരു സ്മോൾ ബെയറിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ ഫോം ആയിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും നിഫ്റ്റിയിലുള്ള ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിഫ്റ്റിക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ 25,200, 25,300 എന്ന റേഞ്ചുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. ഇവിടെ നിന്നൊരു ഡെസസീവ് ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 25,500 എന്ന ലെവൽ നിഫ്റ്റിയെ കാണുവാനായിട്ട് സാധിക്കും. നിഫ്റ്റിയുടെ PCR 0.94 ആയിട്ട് നിലനിൽക്കുന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാൻ സാധിക്കുന്നത്. തത്സമയം 25,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുവാൻ നിലവിലെ ഡാറ്റ പ്രകാരം സാധിക്കുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുട്ട് സൈഡിലും ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 25,100 എന്ന സ്ട്രൈക്കിലാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ മാക്സ് പെയിൻ സൂചിപ്പിക്കുന്നത് 25,000 എന്ന റേഞ്ചാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഒരു സ്മോൾ ബെയറിഷ് കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാക്സിമം കോൾ റൈറ്റിംഗ് 56,900 എന്ന സ്ട്രൈക്കിലും കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നു. പുട്ട് സൈഡിലേക്കും 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നത്.
എന്നിരുന്നാൽ കൂടിയും 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുവാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസിലേക്ക് കടക്കാം. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സൂസ്ലോൺ എനർജി ഇന്നലെ സ്റ്റോക്കിൽ ഒരു ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു. പ്രൊമോട്ടർ കുറച്ച് സ്റ്റേക്കുകൾ വിറ്റൊഴിയുന്നുണ്ടായിരുന്നു. ഗോൾഡ്മാൻ സ്നാച്ചസും മോർഗൻ സ്റ്റാൻലിയും മറ്റ് മ്യൂച്വൽ ഫണ്ടുകളും കൂടി ഇന്നലെ 1.45% ബൈ സ്റ്റേക്കിൽ നടത്തുകയുണ്ടായി. വിപ്രോ ബ്ലോക്ക് ഡീൽ വഴി അസീം പ്രേംജി ട്രസ്റ്റ് 20.23 കോടി ഇക്വിറ്റി ഷെയറുകൾ 5057 കോടി രൂപ വില വരുന്ന മൂല്യമുള്ള സ്റ്റോക്കുകൾ വിറ്റൊഴിഞ്ഞു. ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ജിയോ ബ്ലാക്ക് റോക്ക് മ്യൂച്വൽ ഫണ്ട് ലീഡർഷിപ്പ് ടീമിനെ അപ്പോയിന്റ് ചെയ്തതിനാലും വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തതിനാലും ഇന്നലെ ഒരു 3% റാലി സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. സൊമാറ്റോ കമ്പനി ലോങ് ഡിസ്റ്റൻസ് ഫീ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അതുകൂടാതെ റൈഡർ അഷുറൻസ് പ്ലാനും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഓർഡർ മാർജിൻസിനെ ബൂസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പുതിയ നടപടികൾ. കൽപാത്രോ പ്രോജക്ട്സ് 3789 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ഫോഴ്സ് മോട്ടോർ സ്ഥാപനത്തിന്റെ CFO റിസൈൻ ചെയ്തിട്ടുള്ളതായിട്ടുള്ള ന്യൂസ് വരുന്നുണ്ട്. ITD സിമെന്റേഷൻ 800 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ സ്ഥാപനത്തിന് ലഭിച്ചു. L&T 2500 കോടി രൂപയുടെ പുതിയ ഓർഡർ JSW എനർജിയുടെ ഭാഗത്തു നിന്നും കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കളും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.